നമസ്കാരം. ഭർത്തൃമതിയായാൽ ജോലി വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ ധാരാളമുണ്ട്. ഇവർ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചാൽ പോലും പലപ്പോഴും ഭർത്തൃ വീട്ടിലെ സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചേക്കില്ല. അത്തരം അനുഭവമാണ് ഷൈനി എന്ന ഏറ്റുമാനൂരിലെ യുവതിയും നേരിട്ടത്. ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടെ കരിയർ ഗ്യാപ്പ് വന്നു. പിന്നീട് അവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്ന് മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി. ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബ വഴക്കിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് അന്യയായി. ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിൻ്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ BSc നഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിൻ്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളും ജോലി നിഷേധിച്ചു. ഇതോടെയാണ് ആത്മഹത്യാ വഴിയിലേക്ക് അവർ നീങ്ങിയത്. മക്കളായ അലീന, ഇവാന എന്നിവർക്കൊപ്പം ഒരുമിച്ച് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഷൈനി. 12 ആശുപത്രികൾ ഷൈനി കുര്യന് ജോലി നിഷേധിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിന് ആശുപത്രികൾ മാനദണ്ഡമാക്കിയത് കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു. ഭർത്താവുമായി ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന ഘട്ടം വന്നതോടെ പെൺമക്കളെ നോക്കാൻ ജോലി തേടിയ ഷൈനിക്ക് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതെയായി. അമ്മ മനസ്സിൻ്റെ ആദി കൂടിയായതോടെയാണ് മക്കൾക്കൊപ്പം ജീവനൊടുക്കിയത്. അതേസമയം ഷൈനിയും മക്കളും ജീവനൊടുക്കിയത് ഭർത്താവ് നോബി ലൂക്കോസ് ഇറാഖിലേക്ക് പോകുന്ന ദിവസമായിരുന്നു. അതേസമയം നാളെയാണ് മരിച്ചവരുടെ സംസ്കാരം നടക്കുക. നേരത്തെ ഷൈനിയുടെ തെള്ളകത്തെ ഇടവകയിൽ സംസ്കാരം നടത്തുമെന്നാണ് കരുതിയത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഏക മകന്റെ താല്പര്യം പറഞ്ഞ് ഭർത്താവിൻ്റെ ഇടവകയിൽ സംസ്കാരം നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. അതിനിടെ ഒരു നേഴ്സിന് കരിയർ ഗ്യാപ്പ് എടുത്താൽ പിന്നീട് ജോലിയിൽ കയറാൻ ആവശ്യമായ വഴിയൊരുക്കേണ്ട കാര്യത്തെക്കുറിച്ച് UN അടക്കം സമരരംഗത്ത് ഇറങ്ങണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ ക്നാനായ കുടുംബങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിശ്വാസികൾക്കിടയിലടക്കം രോഷത്തിനും ഇത് കാരണമായിട്ടുണ്ട്. കുടുംബ വഴക്കും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് ഇവരെ ഒരുമിച്ച് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം. അമ്മയെയും സഹോദരിമാരെയും നഷ്ടമായതോടെ മൂത്ത മകനും ആകെ തകർന്ന നിലയിലാണ്. ഇറാഖിൽ മൈനിങ് വിഭാഗത്തിൽ ജോലിയുള്ള തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയാണ് ഷൈനിയുടെ ഭർത്താവ് പതിവായി ഷൈനിയുമായി വഴക്കിടുമായിരുന്നു. ഉപദ്രവം തുടങ്ങിയതോടെ 9 മാസം മുൻപ് 2 പെൺകുട്ടികളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോന്നു. മൂത്ത മകൻ പിതാവിനൊപ്പമായിരുന്നു താമസം. നോബിയുമായി ബന്ധം വേർപെടുത്തിയതിന് കേസ് നൽകിയിരുന്നു. എന്നാൽ ഹിയറിംഗിന് നോബി എത്തിയിരുന്നില്ല. നോബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പോലും ഷൈനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഭർത്തൃവീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഭർത്തൃപിതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അയൽക്കൂട്ടത്തിൽ നിന്നും ലോൺ എടുത്ത് പണം നൽകിയിരുന്നു ഷൈനി. എന്നാൽ ബന്ധങ്ങൾ വഷളായതോടെ ഈ പണം തിരിച്ചടക്കേണ്ട ബാധ്യത ഷൈനിയുടെ തലയിലായി. ഇതുമായി ബന്ധപ്പെട്ട് അയൽക്കൂട്ടുകാർ പരാതി നൽകിയതോടെ കേസും കൂട്ടവുമായി. ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും ഷൈനിയെ അലട്ടിയിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടി ജോലിക്ക് പോകാനും ഷൈനി തയ്യാറായി. BSc നഴ്സായ ഈ വീട്ടമ്മയെ വിവാഹശേഷം ജോലിക്ക് പോകാൻ ഭർത്താവ് അനുവദിച്ചിരുന്നു. വീട്ടിൽ ഒതുങ്ങിയ അവർ ജീവിതത്തിലെ അവശ്യഘട്ടത്തിൽ ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ പലരും കൈവിട്ടു. ക്നാനായ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇവർ ഇടവകയുടെ തന്നെ വമ്പൻ ഹോസ്പിറ്റലായ കാരിത്താസിൽ ഒരു ജോലിക്കായി പരിശ്രമിച്ചു. എന്നാൽ നഴ്സ് ജോലി ലഭിച്ചില്ല. പകരം ഷൈനിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി നൽകാമെന്ന് അറിയിച്ചിരുന്നതായിട്ടാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സ്വന്തം വീട്ടിൽ അമ്മ രോഗബാധിതയായതും മറ്റു പിന്തുണകൾ ലഭിക്കാത്തതുമാണ് കടുങ്കൈ ചെയ്യാൻ ആ മാതാവിനെയും മക്കളെയും പ്രേരിപ്പിച്ചത്. ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത പണവുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് ഒതുക്കാനും ബന്ധുവായ വൈദികൻ ഉടക്കമായി നിന്നുവെന്ന ആരോപണമുണ്ട്. ഇതുകൂടാതെ മറ്റിടങ്ങളിൽ ഷൈനി ജോലിക്ക് ശ്രമിച്ചപ്പോൾ അതിനിടങ്കോലിട്ടതും ഇതേ വ്യക്തിയാണെന്ന ആക്ഷേപമുണ്ട്. ജീവിതത്തിൽ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ സഹായമായി ആരും എത്താതിരുന്നതായിരുന്നു ഷൈനിക്ക് മുന്നിലെ പ്രതിസന്ധി. ഷൈനിയുടെ മരണം പലയിടങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. വിദ്യാഭ്യാസമുണ്ടായിട്ടും സ്വന്തം സമുദായത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഒരു തൊഴിലവസരത്തിനുള്ള കരുണ പോലും ലഭിക്കാതെ ജീവിതം വഴിമുട്ടിയപ്പോൾ ഇവർ ചെയ്തു പോയതാണ് എന്ന വിധത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.